സംഖ്യാപുസ്തകം അധ്യായം 36. യോസഫിന്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാക്കീരിന്റെ മകനായ ഗിലെയാദിന്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തുവന്ന് മോശയുടെയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളായ പ്രഭുക്കന്മാരുടെ മുൻപാകെ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്ക് ദേശം ചീട്ടിട്ട് അവകാശമായി കൊടുപ്പാൻ യഹോവ യജമാനനോട് കൽപ്പിച്ചു. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്ക് കൊടുപ്പാൻ യജമാനന് യഹോവയുടെ കൽപ്പന ഉണ്ടായി. എന്നാൽ അവർ ഇസ്രായേൽ മക്കളുടെ മറ്റു ഗോത്രങ്ങളിലെ പുരുഷന്മാരിൽ വല്ലവർക്കും ഭാര്യമാരായാൽ അവരുടെ അവകാശം ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും അവർ ചേരുന്ന ഗോത്രത്തിൽ അവകാശത്തോട് കൂടുകയും ചെയ്യും. ഇങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിന്റെ ഓഹരിയിൽ നിന്ന് പോയി പോകും. ഇസ്രായേൽ മക്കളുടെ യോവേൽ സംവത്സരം വരുമ്പോൾ അവരുടെ അവകാശം അവർ ചേരുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് കൂടുകയും അങ്ങനെ അവരുടെ അവകാശം ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ മോശെ യഹോവയുടെ വചനപ്രകാരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്, യോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. യഹോവ സെലോഫഹാദിന്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ആകാവൂ. ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറരുത്. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ താൻ്റെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ താൻ്റെ പിതാക്കന്മാരുടെ അവകാശം കൈവശമാക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ യാതൊരു ഗോത്രത്തിലും അവകാശം ലഭിക്കുന്ന ഏത് കന്യകയും തൻ്റെ പിതൃഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ ഒരുത്തന് ഭാര്യയാകണം. അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഓരോരുത്തൻ താൻ താൻ്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ സെലോഫഹാദിന്റെ പുത്രന്മാർ ചെയ്തു. സെലോഫഹാദിന്റെ പുത്രന്മാരായ മഹ്ല, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ അപ്പന്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. യോസഫിന്റെ മകനായ മനശ്ശെയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ അവർ ഭാര്യമാരാകുകയും അവരുടെ അവകാശം അവരുടെ പിതൃകുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. യെരിഹോവിനെതിരെ യോർദാൻ അരികെ സമഭൂമിയിൽ വെച്ച് യഹോവ മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇവ തന്നെ.